സാർ ഇവിടെ എത്തി സാർ. കുഴപ്പമില്ല സാർ. അപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് സാർ. ഫോട്ടോ തന്ന ആൾ തന്നെയാണ് സാർ. ഇവിടെ ഉണ്ട് സാർ. ഞാൻ പൊക്കും സാർ. ഓക്കെ സാർ. ഓക്കെ. ഓടരുത്. ഓടിയാ ഞാൻ ഓടിച്ചിട്ട് ഞാൻ പിടിക്കും. ആരോടുന്നതിന് നമ്മളോടൊന്നും ആവശ്യമില്ലല്ലോ. ഓടല്ലേ? എന്നെ കാണുമ്പോ ഓടൂല്ല സാധാരണ. ഇല്ല ഇപ്പൊ ഓടില്ല, കാരണം ഇപ്പൊ നമ്മള് അങ്ങനത്തെ പരിപാടി ഇല്ല. നിന്നൊക്കെ പറ്റി വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിന്നെ തപ്പി ഇവിടെ വന്നത്. അറിയാമോ? കഴിഞ്ഞ 1.5 ആഴ്ച കാലമായിട്ട് നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നിരീക്ഷിച്ചിട്ട് ഞാൻ ആരെന്തെങ്കിലും നിനക്ക് മനസ്സിലായില്ല? എന്നാ നീ എഴുതി വെച്ചോ, നിന്നെ ഇന്ന് ഞാൻ പൊക്കും. നിന്റെ പിറകെ 10-14 പേരുണ്ട്. അറിയാമോ? 10-14 പേര്. നീ സാധനം സപ്ലൈ ചെയ്യുന്നതും കൊണ്ടുവരുന്നതുമായിട്ടുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരോട് ചോദിച്ചിട്ട് എടുത്ത്? എന്റെ അനുവാദമില്ല. അത് എന്റെ ഫോട്ടോയും വീഡിയോ ചോദിച്ച് എടുക്കാൻ കൂടെ ആരും അനുവാദം തന്ന് ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. മനുഷ്യ അവകാശ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ ഫോട്ടോ എന്റെ അനുവാദം കൂടെ എടുത്തത് എന്തിന്? അല്ല, അങ്ങനെയല്ല, തെളിവിന് വേണ്ടി എടുത്തു. തെളിവിന് വേണ്ടി നമ്മൾ ചോദിക്കണം. നിങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ. ചോദിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ ഫോട്ടോ ഇപ്പൊ എന്ത് കുഴപ്പം? നിങ്ങൾ അത് മിസ്യൂസ് ചെയ്യാൻ ചെയ്യും. ഒരു കാര്യത്തിന് വേണ്ടി സമ്പത്ത് മോനെ എന്തോ പ്രശ്നം? എന്താ സാർ പ്രശ്നം? എന്തുവാ സമ്പത്ത് മോൻ? ഏത്? ഇതാ. ഇവന്റെ പേരെന്തെന്നറിയാമോ? ഹൈബ്രിഡ് ബ്രിട്ടോ. ഓടിയാനും വിളിക്കുന്നോണ്ട് ഇവനെ നാട്ടുകാരെ വിളിക്കുന്ന ഹൈബ്രിഡ് ബ്രിട്ടോ. ഇവ എന്താ അവന്റെ പരിപാടി എന്നറിയാമോ? അറിഞ്ഞൂടാ. ഇവിടെ കയറി സമ്പത്ത് മോനെന്ന് വിളിച്ചത്. ഇവന്റെ ജോലി എന്താണെന്നറിയാമോ? സപ്ലൈ. റേഷൻ കടയിലൊക്കെ ജോലി ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്നതിന് എന്തോ സാറ് പ്രശ്നം? ആ സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. പഞ്ചാബിലാണോ സപ്ലൈ ചെയ്യുന്നത്? പഞ്ചാബ് സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. ഇവൻ നീ അന്നോടെ ഈ പിള്ളേരുടെയൊക്കെ എന്റെ ദൈവമേ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ സത്യം. സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു, വല്ലതും അറിഞ്ഞായിരുന്ന? എവിടെന്ന്? ഒരാഴ്ചയായിട്ട് തൂഫാൻ സംഘം അവന്റെ പിറകെ. ഇവനെ പിടിച്ച് അകത്താക്കാനാ പുതിയ ഓർഡർ. 24 മണിക്കൂറിനകത്ത് 180 കേസാണ് ഞങ്ങൾ പിടിച്ചത്. അറിയാമോ? എന്താ ആരാ ഈ തൂഫാൻ സംഘത്തിന്റെ ഭാര്യ എന്നറിയാമോ? മോഹൻലാൽ. മഞ്ജു വാര്യർ. ഇത് മോഹൻലാലാണ് എന്റെ ഭാര്യ. അതുകൊണ്ട് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണിത്. ഇവൻ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അറിയാമോ? നിനക്ക് നാണമുണ്ടോ? ഇങ്ങനെ കൊണ്ട് നടന്ന് ഇതൊക്കെ വിൽക്കാൻ നിനക്ക് നാണമുണ്ടോ? അടമുറി കിട്ടണ്ടേ? അടമുറി തരൂലാരും. ഡെപ്പോസിറ്റ് ഭയങ്കര പൈസ. നിന്നെ നിരീക്ഷിക്കാൻ 10-14 പേരുണ്ട്. അവരിവിടെ വരും. അവരുടെ കൈനോട്ട് എനിക്ക് തരുമോ സാറേ? അതിന്റെ ഇടയിൽ അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ പത്രക്കാർ വരും, നിന്നെ പൊക്കും. സാർ, ആ പത്രക്കാരുടെ കൈനോട്ട് എനിക്ക് തരുമോ? ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ, കള്ളം പറയത്തില്ല സാർ. കൈനോട്ടം വല്ല ലഹരിയായിരുന്നു ഇവരെ പിടിച്ച് ആദ്യം അറസ്റ്റ് ചെയ്തായിരുന്നു. എന്നാലും പിന്നെ എന്ത് മര്യാദ വേണ്ടി? അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. അനുവാദമല്ല, ഫോട്ടോ എടുത്ത് കേസ് കൊടുക്കുന്നത്. സസ്പെൻഷൻ മേടിച്ചിരിഞ്ഞേ. ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കും. സാറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ, സസ്പെൻഷൻ കിട്ടില്ല, പ്രശ്നം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാറിന്റെ നാളെന്തോ? പൂരം പിറന്ന പുരുഷനാ. നാളെ പൂരം കാണാം. സസ്പെൻഷൻ ആവുമല്ലോ, പിന്നെ പൂരം കണ്ട് നടക്കാമല്ലോ. കീർത്തി കേൾക്കും, പ്രൊമോഷൻ കിട്ടും. മനസ്സിലായില്ല? സാർ 500 രൂപ ദക്ഷിണമായി, ബാക്കി ഞാനും കൊണ്ട് പറയാം. എനിക്കൊന്നും കേൾക്കണ്ടേ? എനിക്ക് പോയാ 2 കിട്ടും. ഒന്ന് പഠിക്കാൻ പോയാ 2 കിട്ടും. എന്റെ ജാതകത്തിലുണ്ട്, എനിക്ക് പ്രൊമോഷൻ ഉണ്ടെന്ന്. കിട്ടുമോ? കിട്ടും. 500 രൂപ ദക്ഷിണമായി സാർ. ഇതിന്റെ ഇടയിൽ തെളിവില്ലല്ലോ. തെളിവില്ല. ഫോട്ടോ എടുത്ത തെളിവുണ്ട്. ഫോട്ടോ ഞാൻ കേസുകാരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കാം. ഒരു ആവശ്യമില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ബാഗ് പരിശോധിക്കാണ് കേസ്. അതിനകത്തൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ട യാത്രക്കാരൻ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ബാഗ് പരിശോധിക്കുന്ന വലിയ കാര്യമുണ്ട് കേസ്. നിങ്ങളൊക്കെ സാധാരണ കേസ് നോക്കൂ. പ്രാങ്കായിരുന്നു കേസ്. ഞാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചുള്ള ഒരു എന്റെ അമ്മയുടെ പ്രാങ്കല്ലേ? ഇതെന്താണത്? ഫോൺ എന്റെ ഇരിക്കട്ടെ. ഇത് കണ്ട ചേച്ചി കണ്ടേ? ചേച്ചി കണ്ടേ? നമസ്കാരം. ബ്രിട്ടോ കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടോ കൊണ്ടുവന്ന സാധനമാണ്. അതായത് ബ്രിട്ടോ കൊണ്ടുവന്ന സാധനം ചേച്ചി. എനിക്കിത് മതിയടാ, എനിക്കിത് മതി. ചേച്ചി ഞാൻ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് മക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവരെ പോലെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചോണ്ട് വരുമ്പോ നമ്മൾ ആരെങ്കിലും അറിയൂ ഇവനൊക്കെ ഇതാ പരിപാടി? നമ്മള് കയറി അങ്ങ് മിണ്ടും. സാറിന് ഇപ്പൊ എന്നെയും കൂടി ഇപ്പൊ നാണക്കേടല്ലേ? സാറിന് ഇപ്പൊ എന്നെ ഒരു സംശയം വന്നില്ലേ? സാറിന് എന്നെ ഒരു സംശയം വന്നിട്ടുണ്ട്. സംശയം ഉണ്ട്. അല്ലെങ്കിൽ ഇയാൾ എന്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ ഒരു സംശയം സാറിന് വന്നില്ല? എന്റെ നിരപരാധത്തെ തെളിക്കേണ്ട ഉത്തരവാദിത്വം ചേച്ചി വീഡിയോ പറഞ്ഞേക്ക് നമുക്കുണ്ടല്ലോ, നമുക്ക് അതറിയാലോ. അങ്ങനല്ല.
ഇവനെ ഞാൻ കൊണ്ടുപോകും. നാളെയും ഇവിടെ വന്ന് കച്ചവടം ചെയ്യേണ്ടതാ ഞാൻ. ഈ ധനലക്ഷ്മി എന്ന് പറഞ്ഞ ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയത്തില്ല. സാർ ഇങ്ങോട്ട് ആവശ്യമില്ല പണി. എന്ത് കാര്യം ചേച്ചി, ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട ചേച്ചി ചുമ്മാ ചുമ്മാ. സാറേ എനിക്ക് അങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല സാറേ. എന്താ ചേച്ചി നിങ്ങൾ ആവശ്യമില്ല ഇത് കാണിക്കില്ലേ? സാറ് സാധനങ്ങൾ അങ്ങോട്ട് കാണ്. എന്തോ ഇത് ഉള്ളതേ പറയൂ, ഇല്ലാത്ത പറയത്തില്ല. ഇല്ല സാറേ. എന്തുവാ ഇത്? എന്തുവാ എന്നോടാണോ ചോദിക്കുന്നത്? എന്തുവാ ഇത്? നോക്കട്ടെ. തോപ്പിച്ചളഞ്ഞല്ലോടാ നിന്നെ. ഈ പ്രകൃതി അത് സിന്തറ്റിക്ക്. എന്തായാലും ഒരു കാര്യം സന്തോഷമായി. നിങ്ങൾ പറഞ്ഞതെല്ലാം ഫലിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഫലിച്ചു. ഒന്ന് പിടിക്കാൻ വന്നപ്പോ എനിക്ക് 2 കിട്ടി.